UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ സർക്കാരും ലോക്ഭവനും തമ്മിൽ കൊമ്പുകോർക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഗവർണറെ നിയമസഭയിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വന്ദേമാതരം മുഴുവൻ വായിക്കണമെന്ന നിർദ്ദേശം സർക്കാർ തള്ളിയിരിക്കുകയാണ്. കേരള പോലീസിന്റെ ബാൻഡ് വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ചു നിർത്തി. ഇന്നലെ റിഹേഴ്സൽ കണ്ടപ്പോൾ തന്നെ വന്ദേമാതരം മുഴുവൻ പാടണമെന്ന് ലോക്ഭവൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും അതൊന്നും തന്നെ കേരള പോലീസിന്റെ ഔദ്യോഗിക ബാൻഡ് അവർ ചെവികൊണ്ടില്ല. ഇതൊരു പ്രോട്ടോകോൾ ലംഘനമാണ്. അതായത് കടുത്ത രീതിയിലുള്ള ഒരു പ്രോട്ടോകോൾ ലംഘനമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുപരി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തന്നെ ഉലയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ബാധിക്കുന്ന രീതിയിൽ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ പ്രോട്ടോകോൾ വിഭാഗത്തോട് ലോക്ഭവൻ റിപ്പോർട്ട് തേടാൻ സാധ്യത ഉണ്ട് എന്നാണ് നിലവിൽ വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ സർക്കാരിനോട് റിപ്പോർട്ട് തേടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്, അതായത് ലോക്ഭവൻ തന്നെ ഒരു റിപ്പോർട്ട് തേടാനുള്ള സാധ്യത ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇതിന് പിന്നാലെ ഇന്ന് സഭയിൽ പോലീസ് ബാൻഡ് ഗീതത്തിന്റെ ആദ്യ ഭാഗം മാത്രം, അതായത് വന്ദേ മാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ച് അവസാനിപ്പിച്ചതോടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇനി സ്വീകരിക്കുന്ന നിലപാട് VD സതീശൻ സർക്കാരിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ സ്വാധീനിക്കാവുന്ന തരത്തിൽ നിർണായകമായിരിക്കുകയാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് പൂർണ്ണ രൂപത്തിലുള്ള 6 ചരണങ്ങളും ആലപിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശനമായ പുതിയ പ്രോട്ടോകോൾ നിലനിൽക്കെയാണ് UDF സർക്കാർ ലോക്ഭവനെ വെല്ലുവിളിച്ചത്. ഈ നടപടിയെ കേന്ദ്ര സർക്കാർ എത്രത്തോളം ഗൗരവത്തോടെ കാണുമെന്നതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ദേശീയ പ്രോട്ടോകോളിന്റെ ലംഘനവും ഭരണഘടനാ തലവന്റെ നിർദ്ദേശത്തോടുള്ള അനാദരവുമായി കേന്ദ്രം ഇതിനെ വിലയിരുത്തിയാൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ഭരണഘടനാപരമായ നീക്കങ്ങൾക്ക് കേന്ദ്രം മുന്നോട്ട് വന്നിരിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുകയുണ്ടായി. പക്ഷെ അത് ഒരു പലതരത്തിൽ ആവർത്തിച്ച് കേട്ടതാണ്, കേന്ദ്ര സർക്കാരുമായി മുന്നോട്ട് പോകുമെന്ന്. എന്നാൽ സഭയുടെ തുടക്കത്തിൽ തന്നെ സംഭവിച്ച ഈ ഒരു വീഴ്ച ആ പ്രഖ്യാപനങ്ങളിൽ എത്രത്തോളം ഒരു ആത്മാർത്ഥതയുണ്ട്, അത് വെറുതെ കേന്ദ്ര സർക്കാരിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊരു സംശയവും കൂടെ ഇപ്പോൾ സൃഷ്ടിക്കുകയാണ്. അതേസമയം ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ ധവളപത്രം ഇറക്കുമെന്നും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും എക്സൈസ് നയത്തിൽ മാറ്റം വരുത്തുമെന്നും കൂടാതെ സംയോജിതമായി ഗതാഗത സംവിധാനം നടപ്പിലാക്കപ്പെടുമെന്നും ഒരു പ്രഖ്യാപനങ്ങളുണ്ടായി. പ്രസംഗത്തിൽ യുവാക്കളിലെ തൊഴിലില്ലായ്മ അത് വലിയ രീതിയിൽ കൂടുന്നുണ്ട്. ആ ഒരു ആശങ്ക ആദ്യം തന്നെ പരാമർശിച്ചിട്ടുണ്ട്. പുതുയുഗ കേരളത്തിനുള്ള പരിശ്രമം നടത്തുമെന്നും ഭരണ സംവിധാനത്തിന് സുതാര്യവും വേഗതയും ഉറപ്പാക്കുമെന്നും പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കും, ഉദ്യോഗസ്ഥ തലത്തിൽ ക്രിയാത്മകമായും കാര്യക്ഷമമായും ഒരു ഉറപ്പുവരുത്തും, മതനിരപേക്ഷതയ്ക്ക് മുൻതൂക്കം നൽകും, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കും, സാമ്പത്തിക സ്ഥിതിയിൽ ജനങ്ങൾക്ക് വ്യക്തമായ ചിത്രം നൽകുമെന്നും സേവന മേഖലയിൽ നിന്ന് പിന്മാറില്ല എന്നും കേന്ദ്ര സർക്കാരുമായി പരമാവധി സഹകരിക്കുമെന്നാണ് പ്രസംഗത്തിൽ പറയുന്നത്. ന്യായവും അർഹവുമായ പിന്തുണ കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി മുന്നോട്ട് പോകും. ഇതിലെ പ്രധാന ഗ്യാരണ്ടിയായ വയോജന വകുപ്പ് സംസ്ഥാനത്ത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. റോഡ്, ജല, വ്യോമ ഗതാഗത സംവിധാനത്തെ ബന്ധിപ്പിച്ച് ബൃഹത് പദ്ധതി നടപ്പാക്കും. ദേശീയ പ്രോട്ടോകോൾ ലംഘനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ ഗവർണറോട് റിപ്പോർട്ട് തേടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ പ്രോട്ടോകോൾ ലംഘനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിയമസഭയിൽ നടന്ന വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലോക്ഭവനോട് റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ തേടാനുള്ള സാധ്യതയുണ്ട്. കാരണം സംസ്ഥാന പോലീസ് സേനയുടെ ഭാഗമായ ബാൻഡ് സംഘം കേന്ദ്ര ചട്ടങ്ങൾ പരസ്യമായി തന്നെ ലംഘിച്ചതിനെതിരെ ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടാൽ, അതായത് DGPയോട് ആവശ്യപ്പെട്ടാൽ സതീശൻ സർക്കാരിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.